എന്റെ ഡെലിവറി റിപ്പോർട്ട് നന്നായിരിക്കും. എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ ഡെലിവറി നിജാന്ന് പറഞ്ഞാ എന്താ? വളരെ പ്രധാനപ്പെട്ട പാർസലുകളും രേഖകളും ഉൾക്കൊള്ളുന്ന ഒരു ജോലിയാണിത്. എന്റെ ജീവിതം പണയച്ച് സുരക്ഷിതമായി അത് എത്തിക്കുന്നു. ഒരു പോസ്റ്റ്മാനെ പോലെ? അല്ല, അത് തീർത്തും വ്യത്യസ്തമാണ്. പോസ്റ്റ്മാന്റെ ജീവിതത്തിന് ആപത്തൊന്നുമില്ല, പക്ഷേ ഞങ്ങളുടെ ഇതിലുണ്ട്. എനിക്ക് മനസ്സിലായി. അപ്പൊ നിങ്ങൾ ജീവൻ പടയം വെക്കുന്ന ഒരു പോസ്റ്റ്മാനാണ്. നിന്നെ എന്താണ് ഞാൻ രണ്ടായി കാണുന്നത്? ഒരു മിനിറ്റ്, നീ ക്ലോൺ ജിറ്റ്സു വല്ലതും ഉപയോഗിക്കുവാണോ? എന്നോട് മറച്ചു വെക്കണ്ട. നിങ്ങൾ ഇരട്ടകളാണോ? അല്ല. ദൈവമേ, ഇവർ രണ്ടുപേരിൽ ആരാണ് ശരിക്കുള്ള ഹിനാറ്റ എന്ന് എങ്ങനെ കണ്ടുപിടിക്കും? എനിക്ക് വട്ടുപിടിക്കുമെന്ന് തോന്നുന്നു. നിങ്ങളുടെ ശബ്ദം ഒരേപോലെ തന്നെയുണ്ട്. എനിക്ക് കിട്ടി. ഞാനൊരു ചോദ്യം ചോദിക്കാം. അതിന് ഉത്തരം യഥാർത്ഥ ഹിനാറ്റയ്ക്ക് മാത്രമേ പറയാൻ പറ്റൂ. ശരി, ഹിനാറ്റയുടെ അച്ഛന്റെ പേരെന്താണെന്ന് അറിയാമോ? അത് ഫലിച്ചില്ല. എന്റെ ചോദ്യം അത്ര പ്രയാസമുള്ളതായിരുന്നില്ല. കാരണം ഹിനാറ്റയുടെ അച്ഛന്റെ പേര് എനിക്കറിയില്ല. അപ്പൊ ഇത് സുരക്ഷിതമല്ല. അതിന്റെ മുകളിൽ ഉണ്ടായതല്ലെന്നും പറഞ്ഞ് സന്തോഷിക്കേണ്ട. പീക്കിന് നിനക്ക് വട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ കരിങ്കല്ലിലുള്ളതിലെല്ലാം പഴയ ഹൊക്കാഗെയുടെ ശില്പങ്ങളാണ്. ഇടത്തു നിന്ന് തുടങ്ങുന്നു. ഇതാണ് ആദ്യത്തേത്, ഇത് രണ്ടാമത്തെ, അത് മൂന്നാമത്തെ, ഇത് നാലാമത്തെ. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പൊ അഞ്ചാമത്തെ ഹൊക്കാഗെ ആരാണ്? അത് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഒരുപക്ഷെ അത് നിങ്ങളുടെ ഫേവറേറ്റ് ടീച്ചർ ആവാം. ചരിത്രത്തിന്റെ ക്ലാസ് രസകരമാക്കാൻ വേണ്ടി അവസരത്തിനൊത്ത് തമാശ പറയുകയായിരിക്കും, അല്ലേ രൂക്ക? ഇദ്ദേഹത്തിന്റെ ശില്പമാണ് ആ മലയിൽ കൊത്തിവെച്ചിരിക്കുന്നത്. ഇദ്ദേഹമാണ് മൂന്നാമത്തെ ഹൊക്കാഗെ. ഏറ്റവും ശക്തനും ബുദ്ധിമാനുമായിരുന്നുവെന്നാണ് മൂന്നാമത്തെ ഹൊക്കാഗെ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ പ്രൊഫസർ എന്നും വിളിച്ചിരുന്നു. അല്ല, നിങ്ങൾ ശരിക്കും ശക്തനാണോ? അതെ, കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. അതെ, നിർത്താൻ. നിങ്ങൾക്ക് ഹൊക്കാഗെ എന്നുള്ള പട്ടം കിട്ടിയാൽ അതിന്റെ അർത്ഥം ഒന്നേ ഉള്ളൂ, ഈ നാട്ടിലെ ഏറ്റവും ശക്തൻ നിങ്ങളാണെന്നാണ്. അതെയോ? എങ്കിൽ അഞ്ചാമത്തെ ഹൊക്കാഗെ ഞാനായിരിക്കും. ഞാൻ ശക്തനും സുന്ദരനുമാണ്. ഇപ്പോഴുള്ള മാർക്കിന് നിനക്കത് സാധ്യമല്ല. നിനക്ക് മതിയായില്ലടാ കീറുക. ലോഡ് ഒരച്ചുമാരി എനിക്ക് തന്ന ഈ ശരീരത്തെ നീ ഇപ്പൊ അഭിനന്ദിക്കുന്നുണ്ടോ? ഞാൻ എന്റെ കൈകൾ കൊണ്ട് നിന്നെ പിച്ച് ചീന്തും. നീ എന്നോട് പറ, അവൻ എവിടെ കണ്ടെത്താനാവുന്നേ? ഒറോച്ചുമാരി എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? ഒരിക്കൽ കൂടെ ഞാനത് ചോദിക്കില്ല. നിന്നെ പോലൊരു പീറച്ചെറുക്കനോട് ഞാനത് എന്തിനു വിവരിക്കണം?